അധികം വണ്ടി ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഭ്രാന്താവും, നമുക്കും ഭ്രാന്താവും. അപ്പോൾ അതാണ് ഒരു സീന്. അപ്പോൾ ആഗ്രഹം തീരട്ടെ, ഇങ്ങനെയൊക്കെയല്ല ആഗ്രഹങ്ങൾ തീരാ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളൊന്ന് കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 2 മാസമായെന്ന് തോന്നുന്നു നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് നമ്മളുടെ കൂടെ ഒരുപാട് വണ്ടിയുണ്ട്. 23 വണ്ടികളാണ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. മിക്കവാറും ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന മുരുകൻ ഇഡ്ഡലിയാണ്. ആസ്യൂഷ്വൽ നമ്മൾ പോകുന്ന സ്ഥലം തന്നെയാണ്. അവിടെ മിക്കവാറും ജാഗ പോകായിരിക്കും. അവിടെ അല്ല ജാഗ, മിക്കവാറും റോഡിൽ അധികം വണ്ടി ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഭ്രാന്താവും, നമുക്കും ഭ്രാന്താവും. അപ്പോൾ അതാണ് ഒരു സീന്. പിന്നെ അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മളെ കൂടെ ഉള്ളത്. എല്ലാം ഒരു ചുവപ്പ് മഴയാണ്. കാരണം CBR എത്ര 1 2 3 4 5 6 CBR റെഡ് കളർ വരുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് ട്രിപ്പിൾ ഒരു F650F, നമ്മുടെ CBR ഫയർ ബ്ലേഡ് ഉണ്ട്, ഡേറ്റോണ, പിന്നെ നിഞ്ച 1000X, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മളെ കൂടെ. ഓക്കെ, കാണാം. കാണാറുണ്ടല്ലേ? ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം, നോക്കട്ടെ. ആ, നോമ്പ് കഴിഞ്ഞ് നോമ്പായിരുന്നല്ലോ, അപ്പം ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വണ്ടികളാണ് അപ്പം നമ്മളുടെ കൂടെ ഉള്ളത്. സോ ഇനി ഒരു S1000 RR കൂടെ വരാനുണ്ട്. അതും കൂടെ വന്ന് നമുക്ക് ഇവിടുന്ന് നല്ല സ്ഥലമിടാം. അപ്പോൾ നമ്മുടെ ഒരു CBRന് ചെറിയൊരു പ്രശ്നം വന്നിട്ട്, പ്രശ്നം എന്ന് പറയില്ല, ചെറുതായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ തപ്പി നോക്കുകയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത്. കൂളൻ്റ് എല്ലാം ഉണ്ട്, അങ്ങനെ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് പുറത്തോട്ട് ഫിസിക്കലി നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. നോക്കാം, നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. സോ നമ്മളിതാ പോകുന്നു. അപ്പോൾ ഇനി ഫുൾ വെടിയും പുകയും ഒക്കെ ആയിരിക്കും മുരുകൻ എത്തുന്നവരെ, മുരുകൻ ഇഡ്ഡലി. അപ്പോൾ പുള്ളിക്കൊരാഗ്രഹം വണ്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. സോ ആഗ്രഹം തീരട്ടെ, ഇങ്ങനെയൊക്കെയല്ല ആഗ്രഹങ്ങൾ തീരാ. ആയിട്ടല്ല, ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. പോന്നു. കുറേ കാലത്തിന് ശേഷമായിട്ട് ഇത്ര ആളുകൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്നത്. കാരണം ആരും അങ്ങനെ ഇറങ്ങി വരാറൊന്നുമില്ല. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോട്ടെ, പോയിട്ട് നമുക്ക് അവരുടെ ബാഗ് പിടിക്കാം. So let's go boys. So let's go. ഈ ബോസ് നമ്മളെ കൂടെ ഉള്ളായിരുന്നോ? പോയേക്കാം. ഇവിടെ ഇപ്പോഴും പണി കഴിഞ്ഞില്ലടേ. അയ്യോ, സീനാണല്ലോ.
S1000RR. അവിടെ വിഷ്ണു ബ്രോ ആണത്. S1000RR റെഡ് കളർ ആട്ടോ അത്. വിത്ത് അക്രോബോവിക് എക്സോസ്റ്റ്. നമ്മൾ ആക്ച്വലി 6 മണിക്ക് ഇറങ്ങിയതാണ്. 6 മണി കഴിഞ്ഞപ്പോൾ 6:54 കാരണം ഒരുപാട് പേരുള്ളതുകൊണ്ട് ഓരോരുത്തർ നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പ്രശ്നം എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ വെയിലായിരിക്കും, അതാണൊരു പ്രശ്നം. അല്ലാതെ വേറെ സീനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ പണി പാളിയാണ്. അങ്ങനെ തലക്ക് ഒടുവില്ലാത്ത കുറേ ആളുകളുണ്ടാവും. മുന്നോട്ടും പിന്നോട്ടും നോക്കാതെ പുള്ളി എടുത്ത് ചാടും. ആളുകൾ വട്ടം ചാടുന്ന കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു മഴ ചാറ്റലുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു റൈഡ് നടക്കത്തില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയതാ. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല. റോഡ് മൊത്തം സീനാ ഗൈസ്. ഇതിപ്പോൾ അടുത്തൊന്നും പണി തീരുന്ന വട്ടം കാണുന്നില്ല.
സോ നമ്മളങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഡെസ്റ്റിനേഷനിൽ എത്താനായിരിക്കുകയാണ്. മുരുകൻ ഇഡ്ഡലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ കുറച്ച് കാലമായി എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായി. അതിനിടയിൽ നമ്മൾ നോമ്പ് വന്നപ്പോൾ പിന്നെ റൈഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പേ നമ്മൾ റൈഡ് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ എല്ലാവരും വന്നിട്ട് നമുക്ക് ഈ ലൈനപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. എൻ്റെ പൊന്നായി കണ്ടായിരുന്നാ? അതല്ലോ നമ്മള് കോർണർ ചെയ്ത് പോകുന്നൊരു വളവാ. അവിടുന്ന് അയാള് ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നു. അയാള് ബാക്കിൽ കുറെ ആൾക്കാർ അല്ലെങ്കിൽ പെട്ടാനെ. അതാ അവിടെ നിന്നാണ് ഒന്നും ചെയ്യാനും പറ്റില്ലായിരുന്നു. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.